അപ്പോൾ ഖബർസ്ഥാനിലേക്ക് കയറുന്നതോടുകൂടെ സലാം പറയൽ സുന്നത്താണ്. ആ സലാം രണ്ട് വിധത്തിൽ പറയണം. ഒന്ന് എല്ലാവർക്കും കൂടി പറയണം, മറ്റൊന്ന് നമ്മൾ ഖാസായി ഉദ്ദേശിച്ച നമ്മൾ അഹ്ലുകാർക്ക് വേണ്ടിയും പറയണം. അവിടെ ഇൻഷാ അല്ലാഹ് എന്ന പ്രയോഗം അതിന് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, തബറുക്കിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സലാമിൽ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നുണ്ട്. അപ്പോൾ തബറുക്ക് ബർക്കത്തെടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണത് പറയേണ്ടതെന്നും, അല്ലെങ്കിൽ ഔലി ദഫനി ബിത്തിൽക്കൽ ബുഖാ, ഈ ഖബർസ്ഥാൻ ഈ സ്ഥലത്തേക്ക് എന്നെ മറമാടാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവരാൻ നമുക്കറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻഷാ അല്ലാഹ് പറയുക. അല്ലെങ്കിൽ ഔലിൽ മൗത്തി അലൽ ഇസ്ലാം, മുസ്ലിമായി മരിക്കുന്നുള്ളതിന് വല്ല ഉറപ്പൊന്നുമില്ലല്ലോ. ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അവരോടാ പറഞ്ഞത് ബിക്കും ലാഹിഖൂൻ, ഞാനും നിങ്ങളിലേക്ക് ചേരാൻ വേണ്ടി പോവാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ മറമാടുന്ന സ്ഥലമാണല്ലോ പള്ളിയുടെ ഖബർസ്ഥാനിയൊക്കെ. അപ്പോൾ മുസ്ലിമായി മരിക്കുമെന്നതിന് ഉറപ്പൊന്നുമില്ലല്ലോ. ദ്വാരക്കുക തവഫന മുസ്ലിമീന വ അൽഹിഖനാ ബിസ്സാലിഹീൻ, മുസ്ലിമായി എന്നെ മരിപ്പിക്കണേ ദുആ ചെയ്യാൻ വേണ്ടി ഖുർആൻ നിർദ്ദേശിച്ചതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ മേലുള്ള മൗത്തിനു വേണ്ടിയിട്ട് ഒരു ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. അൽ-കഹ്ഫ് സൂറത്തിൽ പറഞ്ഞല്ലോ, ലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്, എന്ത് കാര്യം പറയുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് പറയാതെ പറയരുത്, എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് പറയാതെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഖബർ സിയാറത്ത ചർച്ച. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ഖിബലക്ക് മുന്നിടണം എന്നല്ല പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖത്തോട് നേരിട്ട് കൊണ്ടാണ് സലാം പറയേണ്ടത്. അവിടെ ഖിബലക്ക് മുന്നിടണം എന്നല്ല പറഞ്ഞത്, നബി തങ്ങളോട് നേരിട്ട് കൊണ്ടായിരിക്കണം. ഒരു ഹദീസിലുണ്ട്, മൻ സാറ ഖബറ വാലിദൈഹി ഔ അഹദഹുമാ ഫി കുല്ലി ജുമുഅത്തിൻ മറത്തൻ, എല്ലാ ആഴ്ചയിലും ഒരു സിയാറത്ത് മാതാവിനും പിതാവിനും, അല്ലെങ്കിൽ മാതാവിൽ പിതാവിൽ ഏതെങ്കിലും ഒരാളെ എന്നാ പറഞ്ഞത്, എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസത്തിൽ മറത്തൻ ഒറ്റ തവണ സിയാറത്ത് ചെയ്താൽ ഗഫറല്ലാഹു ലഹു, ആ സിയാറത്ത് ചെയ്ത ആൾക്ക് പുറത്തു കൊടുക്കും അല്ലാഹു തആല ദോഷങ്ങളൊക്കെ. മാത്രമല്ല വകാന ബാറൻ ബിവാലിദൈഹി, മാതാവിനും പിതാവിനും ഗുണം ചെയ്ത ഒരു മോനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പട്ടികയിൽ അവനെ ചേർക്കും. മാതാപിതാക്കൾക്ക് സിയാറത്ത് ചെയ്താൽ ആ സിയാറത്ത് ചെയ്യുന്ന ആളുടെ ദോഷങ്ങൾ പൊറുക്കും. അതുപോലെ തന്നെ അവനെ മാതാവിനും പിതാവിനും ഗുണം ചെയ്തവരെ കൂട്ടത്തിൽ അല്ലാഹു തആല ചേർക്കും. അപ്പം നല്ലൊരു അമലാണത് സിയാറത്ത്. അവിടെ തന്നെ പറഞ്ഞു, മൻ സാറ ഖബറ വാലിദൈഹി കുല്ല ജുമുഅത്തിൻ വ അഹദഹുമാ ഫഖറഅ ഇൻദഹു യാസീൻ വൽ ഖുർആനുൽ ഹകീം, യാസീൻ വൽ ഖുർആനുൽ ഹകീം എന്ന സൂറ ആ ഖബറിൽ നിന്ന് സിയാറത്ത് ചെയ്യുന്ന ആൾ ഓതിയാൽ ഉഫിറ ലഹു ബിഅദദി ദാലിക ആയതൻ വ ഹർഫ, ആ സൂറത്തിലുള്ള ഓരോ ആയത്തിൻ്റെയും ഹർഫുകൾ അക്ഷരങ്ങളുടെയും എണ്ണം അനുസരിച്ച് അവനിക്ക് അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അവരിങ്ങനെ കേൾക്കും, ഈ ശബ്ദമൊക്കെ കേൾക്കും. ബഹുമാനപ്പെട്ട ഇബ്നു വാസിർ റളിയല്ലാഹു അൻഹു പറയാണ്, യസൂറുൽ ഖബൂറ യൗമൽ ജുമുഅത്തി, എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും മൂപ്പർ ഖബറുകൾ സന്ദർശിക്കും. വയഖൂലു, എന്നിട്ട് പറയുകയും ചെയ്യും, ബലഗനി അന്നൽ മൗത യഅലമൂന ബിസ്സുവാരി യൗമിൽ ജുമുഅ വ യൗമൻ ബഅദഹു, വ്യാഴാഴ്ച അസ്ർ നിസ്കാരത്തിന് ശേഷം ശനിയാഴ്ച സൂര്യോദയം വരെ, അതാണ് യൗമൻ ബഅദഹു, വെള്ളിയാഴ്ചക്ക് ശേഷം ഒരു ദിവസം. അപ്പോൾ മയ്യത്തുമായി വലിയ കണക്ഷൻ ഉണ്ടാവും അവരുടെ ആത്മാക്കൾ, റൂഹുകൾ. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച എല്ലാവരും സിയാറത്തിന് ഇറങ്ങണത്. അത് പൂർവികരിങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ബാക്കിലൂടെ ആളുകൾ വന്ന് ചെയ്യാണ്. ഒരു പുതിയ ഹദീസ് കേട്ടിട്ടൊന്നുമല്ല. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഈ വെള്ളിയാഴ്ച സിയാറത്ത് ചെയ്യുന്നതിൽ വ്യാഴാഴ്ച അസറിന് ശേഷം മയ്യത്ത് വളരെ വ്യക്തമായി അറിയുന്ന, ആരാ വരുന്നത് ആരാ പോണത്, അവർക്ക് വലിയ ഈനാസ് ഉണ്ടാകും, നേരം പോക്കൊക്കെ ഉണ്ടാകും, വലിയ ടൈം പാസ് ഉണ്ടാകും, വലിയ ആവേശം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും എന്നും അറിയട്ടോ.
എല്ലാ ദിവസവും മയ്യത്തുകൾ അറിയും, സലാം പറയണേ മടക്കും. പക്ഷെ വെള്ളിയാഴ്ചക്കൊരു സ്പെഷ്യൽ അറിയും, അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകും. അത് ഏത് സമയം മുതൽ? വ്യാഴാഴ്ച അസർ മുതൽ ശനിയാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയം വരെ മയ്യത്തുകൾക്ക് വ്യക്തമായ അറിവുണ്ടാകും. അപ്പൊ സിയാറത്തിനൊക്കെ വെള്ളിയാഴ്ചയൊക്കെ പോണ മക്കളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. വെള്ളിയാഴ്ച പോലും ഖബറിനൊക്കെ എത്താത്തവരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളിയാഴ്ച പോലും, വെള്ളിയാഴ്ച ജുമാക്ക് വരിക, നേരം വൈകി വരിക, നേരത്തെ പോവുക, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരാൾ പറഞ്ഞു, ജുമാന്റെ 2ാമത്തെ റക്അത്ത് റുകൂഅ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ ചെവിയിൽ ഉണർത്തി വന്നിട്ട്. അപ്പൊ അവർക്ക് ജുമാ കിട്ടുമോ എന്നാ ചോദിച്ചത്. കിട്ടൂല, അതുപോലെ ദൂരെ സ്കെച്ച് പോകണം. അങ്ങനെ വൈകി വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നമ്മുടെ പരിസരത്തോ നമ്മുടെ മഹലിലോ ജുമാക്ക് വൈകി വരികയും ഖബറിങ്ങ പോകാതെ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താ, അതിന്റെ പോരിശ മനസ്സിലാക്കിയിട്ടെങ്കിലും പാപ്പാന്റെയും ഉമ്മാനെയും ഖബറിങ്ങലൊക്കെ ഒന്ന് പോണേ എന്നാ പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ അല്ലാഹ്, ഞങ്ങളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഈ പ്രഭാതത്തിൽ പറയുന്നതും കേൾക്കുന്നതൊക്കെ അമലും സാലിഹായി നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. ബ്ലോക്ക് വന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ ചെറുതായിട്ട് കഴിഞ്ഞ് 2 ലക്ഷത്തോളം രൂപ ആശുപത്രി ചെലവായി, അതിൻ്റെ തൊട്ടടുത്ത പൈസ ബില്ലടച്ച്, അങ്ങനെയുള്ള രോഗികളൊക്കെ നമ്മുടെ പരിസരത്തും അയലോകത്തൊക്കെ ഉണ്ട്. അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ജോലിക്ക് പോകുന്ന വാപ്പാര് അല്ലെങ്കിൽ മക്കള് അങ്ങനത്തെ രോഗം ബാധിച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ട്, നീ ശിഫ കൊടുത്ത കുടുംബത്തിന് താങ്ങും തണലുമായി റാഹത്തോടുകൂടെ ജീവിതം തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യം വീണ്ടും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കാർക്കും അത്തരം സ്ട്രോക്കുകളോ രോഗങ്ങളോ നീ നൽകല്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉപ്പമാര്, ഉമ്മമാര്, സഹോദരന്മാര്, സഹോദരിമാര്, അമ്മോശൻ, അമ്മായിമ്മമാര്, അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെയോ വേർപെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് ദോഷങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വർഗാവകാശികളെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നീയും സഹായിക്കണേ അല്ലാഹ്. അതിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ വഴികളൊക്കെ അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങി വെച്ച പള്ളിയുടെ പുനർനിർമ്മാണവും പള്ളിയുണ്ടാക്കലും ആ ഒരു വഴിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് നീ ഹൈറായ രീതിയിൽ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. അതിലേക്ക് ഉത്സാഹിക്കുന്ന ശരീരങ്ങൾക്ക് നീ കേടുപാടുകൾ നൽകല്ല അല്ലാഹ്. അല്ലാഹുവെ, അറ്റാക്ക് മരണം നൽകല്ല അല്ലാഹ്. അല്ലാഹുവെ, അപകടത്തിൽപ്പെട്ട് ഞങ്ങളെ ആരെയും മരിപ്പിക്കല്ല അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ മക്കളെ പെട്ടെന്ന് യതീമുകളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ പെട്ടെന്ന് വിധവകളാക്കല്ല അല്ലാഹ്. എല്ലാ നിലക്കുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ ഹക്ക് കൊണ്ടും മറ്റുള്ള സ്വാലിഹീങ്ങളുടെ ഹക്ക് കൊണ്ടും ഞങ്ങൾക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിലൊക്കെ വിജയങ്ങളും ഫതഹും നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. ربنا عليك توكلنا وإليك نبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين. പൊതുപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ. മക്കൾക്കൊക്കെ നല്ല ഉന്നത മാർക്ക് നൽകി വിജയിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി